ഹായ് ഗായ്സ്, അങ്ങനെ ഉറക്കം ഉളച്ച് ജാസ്മിൻ്റെ ഫാദർ ബിഗ് ബോസ് വീട്ടിൽ കയറി വന്നു. ആഹാ, അടിപൊളി. ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് 8:30 എങ്ങാണ്ടായപ്പോഴാണ് മ്യൂസിക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്തൊക്കെ ആയപ്പം പാട്ടിൻ്റെ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വന്നു. എല്ലാവരും അങ്ങ് ഷോക്കായിപ്പോയി. സത്യം പറയാലോ, അടിപൊളിയായിരുന്നു. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി, ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി നല്ല എന്താ പറയണ്ടേ, നമ്മൾ ആ ഇൻ്റർവ്യൂ കണ്ട പോലെ ഒന്നും അല്ല കേട്ടോ. വന്ന് പാവയും കൊടുത്ത്, പിന്നെ അറിയാലോ ജാസ്മിൻ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ല മൂവ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ലൈവ് കണ്ടവർക്കറിയാം സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് സായി ചോദിച്ചു വഴിയാഴിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. സായി അതിനെക്കുറിച്ച് റിവ്യൂ ഒക്കെ ഇട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരുമാതിരി ആക്കി ചോദിച്ചാണോ എന്ന് അറിയത്തില്ല, കുഴപ്പമില്ലായിരുന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ പുള്ളി സീരിയലിൻ്റെ ആളാണ്, കുറേ സീരിയൽ ആക്ട്രസൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് അപ്സരയൊക്കെ ആണെന്ന് തോന്നുന്നു. അവരുടെയൊക്കെ അടുത്തൊക്കെ ചെന്നിട്ട് സീരിയലൊക്കെ കൊള്ളാം, ഞാനിപ്പോഴും നിങ്ങളുടെയൊക്കെ കാണുന്നതാണെന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ തന്നെ റൂമിലോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ റൂമിൽ ചെന്നിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നതിൻ്റെ ആയപ്പോഴത്തേക്ക് കട്ടായി, ലൈവ് അങ്ങ് കട്ടായിട്ട് വേറെ കാണിക്കാൻ തുടങ്ങി. പിന്നെ കാണിക്കുന്നത് ജാസ്മിൻ ഇങ്ങനെ കരയുന്നതായിട്ടാണ്. ജാസ്മിൻ കരഞ്ഞിട്ട് എന്താ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റണം, ഈ കഴുത്തേ കിടക്കുന്ന മാല അതൊക്കെ പുള്ളി മേടിക്കുകയും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിലോട്ട് പോയി. റൂമിൽ കൊണ്ടുപോയിട്ട് ആ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് അപ്പോഴത്തേക്ക് ജാസ്മിൻ കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മോളെ നിനക്ക് പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ള രീതിയിൽ. പുള്ളി അച്ഛൻ ഓപ്പൺ മൈൻഡാണ്. ഇപ്പം തന്നെ സായിയോട് സായിയോട് പറഞ്ഞേക്കുന്നത്, ഞാൻ വൈഫ് സ്നേഹയെ കണ്ടായിരുന്നു ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്സരയുടെ ഹസ്ബൻഡിനെ കണ്ട, ആൽവിയെ കണ്ട കഥകളൊക്കെ പറയുന്നു. പുള്ളി എല്ലാം അങ്ങ് തുറന്ന് പറയുന്ന പോലെ അങ്ങ് തുടങ്ങി. അപ്പം ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ, അന്ന് ശ്രീധുവിൻ്റെ അമ്മ വന്ന സമയത്ത് ഇവരെന്തൊക്കെയായിരുന്നു സത്യത്തിൽ ബിഗ് ബോസ്. ഇതിപ്പോൾ എന്താ ഇവർക്ക് മാത്രം എത്ര ഇത് എനിക്കറിയത്തില്ല. ചിലപ്പം അതിൻ്റെ ഇമേജ് തിരിച്ചെടുക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കാം എന്തോ. പിന്നെ ലൈവിൽ റസ്മിൻ ഭായ് ഭയങ്കര ശോകം, പുള്ളിയുടെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പുള്ളി ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം തുടക്കം ഇതാണ് ഇന്നത്തെ ലൈവ്. എല്ലാം സെറ്റാവും, നമുക്കിനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം, കണ്ടറിയാം. അപ്പം ഭയങ്കര വെയിറ്റിംഗ് ആട്ടോ ലൈവ്. ഇന്ന് നല്ല TRP കൂടുന്ന ദിവസം. ഇന്ന് ഏഷ്യാനെറ്റിൻ്റെയും ഹോട്ട്സ്റ്റാറിൻ്റെയും യൂട്യൂബേഴ്സിൻ്റെയും ദിവസമായിരിക്കും. ഓക്കെ, ബൈ.